സാം പോയി കഴിഞ്ഞ് ജോർജ് കുട്ടിയെ കാണിക്കുന്നു. പഴയതെന്തോ ഓർത്തെടുക്കുകയാണ് അയാൾ. 5 വർഷങ്ങൾക്ക് മുന്നേ അലക്സ് ജോർജ് കുട്ടിയെ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. അന്നവൻ ജോർജ് കുട്ടിയോട് കരഞ്ഞു പറഞ്ഞു, ഭരണിന്റെ കൂടെ അന്ന് ഞാനും ഉണ്ടായിരുന്നു. അവൻ മരിക്കുന്നതും നിങ്ങൾ അവനെ കുഴിച്ചെറിഞ്ഞതും ഞാൻ കണ്ടു. എന്നാൽ ഇതും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഭരൺ വിളിച്ചപ്പോൾ അറിയാണ്ട് വന്നു പോയതാണ്. ജോർജ് കുട്ടി അവനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നു. ശേഷം ജോർജ് കുട്ടി വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അടുത്ത സീനിൽ സാമിനെ കാണിക്കുന്നു. സാം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന ചില കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. അലക്സിന്റെ ബോഡി ഒരു റെയിൽവേ ട്രാക്കിൽ നിന്നുമാണ് കണ്ടുകിട്ടുന്നത്. ബോഡി തിരിച്ചറിയാൻ നന്ദി പ്രയാസപ്പെട്ടു. ഒടുവിൽ അത് അലക്സിന്റെ ആണെന്ന് പോലീസ് കണ്ടുപിടിച്ചു. അല്ല, ആർക്കൊക്കെയോ വേണ്ടി അത് അലക്സിന്റെ ബോഡിയാക്കി മാറ്റി. അലക്സിന്റെ പേരൻസിന് അന്വേഷണത്തിൽ സംശയം തോന്നിയതുകൊണ്ട് കേസ് സാമിന്റെ കയ്യിലെത്തി. ട്രാക്കിൽ നിന്നും കിട്ടിയത് അലക്സിന്റെ ബോഡിയല്ലെന്ന് സാം കണ്ടുപിടിച്ചു. അന്വേഷണത്തിനൊടുവിൽ സംഭവ സ്ഥലത്തെ ടവർ ലൊക്കേഷനും ചില സംശയങ്ങളും വെച്ച് സാം പ്രതിയെ കണ്ടുപിടിച്ചു. അലക്സിനെ കൊന്നതും ശേഷം ട്രെയിൻ തട്ടി മരിച്ചുവെന്ന് വരുത്തി തീർത്തതും മറ്റാരുമായിരുന്നില്ല, സഹദേവനായിരുന്നു അത്. സാം സഹദേവനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത സീനിൽ സഹദേവനെ കാണിക്കുന്നു. ഒരു വീൽ ചെയറിൽ ഒരു കാലില്ലാതെ. കുറച്ച് നാളുകൾക്ക് മുന്നേ സഹദേവന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. തൻ്റെ ജീപ്പ് ഒരു ലോറിയുമായി ഇടിച്ച് മാരകമായി പരിക്കേറ്റ് സഹദേവന് തൻ്റെ കാലുകൾ നഷ്ടമായി. സാം സഹദേവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നിന്ന് അലക്സിന്റെ കളഞ്ഞു പോയ പേഴ്സ് സാം കണ്ടുപിടിച്ചിരുന്നു. ജീപ്പിലിടിച്ചപ്പോൾ വണ്ടിയിൽ നിന്നും തെറിച്ചു വീണതായിരുന്നു അത്. ആദ്യം കുറ്റം സമ്മതിച്ചില്ല എങ്കിലും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴിയും മറ്റു തെളിവുകൾക്ക് മുന്നിൽ സഹദേവന് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ സഹദേവൻ കുറ്റം സമ്മതിച്ചു. അയാൾ പറഞ്ഞു, അന്ന് മരിക്കുമ്പോൾ അവൻ്റെ കൂടെ അലക്സും ഉണ്ടായിരുന്നെന്ന് ടവർ ലൊക്കേഷൻ വെച്ച് ഞാൻ കണ്ടുപിടിച്ചു. അത് ചോദ്യം ചെയ്യാനാണ് അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ എത്ര ചോദിച്ചിട്ടും അത് സമ്മതിക്കാൻ അവൻ തയ്യാറായില്ല. ഒടുവിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് അവനെ ക്രൂരമായി ഉപദ്രവിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടും അവനത് സമ്മതിക്കുന്നില്ലായിരുന്നു. ഒടുവിൽ ഒരു നിമിഷത്തെ കയ്യബദ്ധം. എൻ്റെ അടികൊണ്ട് അവൻ നിലത്ത് വീണു. എത്ര വിളിച്ചിട്ടും എന്ത് ചെയ്തിട്ടും അവൻ എണീക്കുന്നുണ്ടായിരുന്നില്ല. അവൻ മരിച്ചുവെന്ന് ഞങ്ങൾക്കുറപ്പായി. അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ എത്രയും പെട്ടെന്ന് ബോഡി മറവ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. എവിടെ ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നത്. ഒടുവിൽ ഞങ്ങളത് തീരുമാനിച്ചു. നമുക്കിത് ജോർജ് കുട്ടിയുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടാം.